രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ? 2 ദിവസങ്ങളായിട്ട് പ്രചാരത്തിലുള്ള ചോദ്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തുവരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും കെ മുരളീധരൻ എടുത്തു പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും, തങ്ങൾക്ക് ആരെയും പേടിയില്ല എന്നാണ്. തങ്ങൾക്ക് ആരെയും പേടിയില്ല എന്ന് കെ മുരളീധരൻ പറയുന്ന സ്ഥാനത്ത് കൃത്യമാണ് CPIനെ പേടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറിപ്പോകേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ അവർക്കൊരു നിലപാടുണ്ട്. CPI ഭയന്നുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കേണ്ട യാതൊരു തരത്തിലുള്ള സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആ തീരുമാനം എന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. തെലങ്കാനയിലോ കർണാടകയിലോ മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. തെലങ്കാനയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും അവിടെ വിജയ സാധ്യത ഏറ്റവും അധികം എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയാണോ അതോ പ്രിയങ്കയാണോ മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കാരണം പ്രിയങ്ക മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് രണ്ട് കരുത്തരായ സ്ത്രീകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറും എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചതുകൊണ്ട്, രാഹുൽ ഗാന്ധി ആ വെല്ലുവിളി സ്വീകരിച്ചതുകൊണ്ടും അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളത് അഭിമാന പ്രശ്നം കൂടിയാണ് എന്നുള്ളതാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളെയാണ് അദ്ദേഹം തരണം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു എതിരാളിയാണുള്ളത്, അത് ആനി രാജയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് എതിരെ ഒരു ദേശീയ വക്താവിനെ നിർത്തുക, അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവിനെ നിർത്തുക എന്നുള്ളതായിരുന്നു CPIയുടെ നീക്കം. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടി യഥാർത്ഥത്തിൽ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് കരുത്തരായ നേതാക്കൾ തമ്മിലുള്ള, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോളം തന്നെ മുതിർന്ന ഒരു നേതാവുമായിട്ടുള്ള ഒരു മത്സരമായി തന്നെ അതിനെ കാണേണ്ടി വരും. അത് ഒരുപക്ഷെ കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് അതൊരു ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിൽ ഇത്രയധികം കലുഷിതമായ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഒരു ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു കരുത്തയായ നേതാവിനെ തോൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി, അത്തരമൊരു തീരുമാനത്തിന് രാഹുൽ ഗാന്ധി വഴങ്ങുമോ എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് പരിഹരിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങുന്നത്. അദ്ദേഹമാണ് കൃത്യമായി തന്നെ ലക്ഷ്യത്തോടു കൂടി തന്നെ അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, അല്ലെങ്കിൽ എല്ലാ നേതാക്കളെയും അനുനയിപ്പിക്കാൻ, തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെല്ലാം തന്നെ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യമാണ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെങ്കിൽ പിന്നെ അവിടെ ആര് എന്നുള്ള ചോദ്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെങ്കിൽ അവിടെ ഇപ്പോഴും സാധ്യതാ പട്ടികയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില സമവാക്യങ്ങളെല്ലാം, അതായത് സമുദായ സമവാക്യങ്ങളെല്ലാം തന്നെ കൃത്യമായി എഴുതി ചേർക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതും വലിയൊരു നേട്ടം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്നാണെങ്കിൽ അവിടെ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് MM ഹസന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ T സിദ്ദിഖിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്, ഷാനിമോൾ ഉസ്മാന്റെ പേരും നിറഞ്ഞു കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ PM നിയാസിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു മുസ്ലിം മത്സരാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിന് അതൊരു പക്ഷേ വലിയ തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെങ്കിൽ നേരെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്താൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. KCക്ക് അത്ര തന്നെ വളക്കോടുള്ള ഒരു മണ്ണാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തീർച്ചയാണ്, അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറെ വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെ പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. സ്വാഭാവികമായും വയനാട്ടിൽ മറ്റൊരാളെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് T സിദ്ദിഖിനെയോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനെയോ അത്തരത്തിലുള്ള മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി കോൺഗ്രസിൽ നിന്ന് മുസ്ലിം മത്സരാർത്ഥി ഇല്ല എന്ന് പറയുന്ന ഒരു വലിയൊരു പരാതിയെ മായ്ച്ചു കളയാനായിട്ട് സാധിക്കും. ആ കോൺഗ്രസിന് അത് സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് CPIM-ഉം അതുപോലെ തന്നെ BJP-യും, അതായത് ഇടതുപക്ഷവും BJP എല്ലാം തന്നെ അതൊരു പ്രചരണ തന്ത്രമാക്കി മാറ്റിയെടുക്കാൻ, അതായത് കോൺഗ്രസിനെതിരുള്ള പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റിയെടുക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്.
എന്തായാലും വയനാട്ടിലെ കളം ഇനി തെളിയാനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട് യഥാർത്ഥത്തിൽ 2019 കോൺഗ്രസിന് വളരെ മികച്ച ഒരു വിജയം നേടിക്കൊടുത്ത അത്രയധികം സ്വാധീനമുള്ളൊരു മണ്ഡലം തന്നെയാണ്. കാരണം രാഹുൽ തരംഗമുണ്ടാക്കിയ മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. എന്തായാലും ഒരു പുതിയ മണ്ഡലമായിരുന്നിട്ട് കൂടി 2009 മാത്രം വന്ന ഒരു മണ്ഡലമായിരുന്നിട്ട് കൂടി അവിടെ ദേശീയ തലത്തിൽ പോലും ചർച്ചയാകാനും പ്രശസ്തി നേടാനെല്ലാം തന്നെ സാധിച്ച ഒരു മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതുവരെയുള്ള പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മേൽക്കൈ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ UDF തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മത്സരത്തിന് അവിടെ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ LDF മുന്നേറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ UDF ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതുവരെ UDF മാത്രം വിജയം വരിച്ച ഒരു മണ്ഡലം കൂടിയാണ് വയനാട് എന്ന് പറയുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. UDF സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങേണ്ട അനിവാര്യ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യമാണെങ്കിൽ ICCയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നിരീക്ഷണം വന്നിട്ടില്ല, ഔപചാരികമായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടില്ല. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും UDF കൃത്യമായ കരുക്കൾ നീക്കിയെങ്കിൽ മാത്രമാണ് ഈ ഒളിഞ്ഞിരിക്കുന്ന, അതായത് CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളെല്ലാം തന്നെ ചെറുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ.